ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലെ ജനവിധി അംഗീകരിക്കുന്നതായി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുകയാണ്. പരാജയം പരിശോധിക്കുമെന്നും ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുകയാണ്. UDF ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ തരാതരം പോലെ ഉപയോഗിക്കുകയായിരുന്നു. വർഗീയ ശക്തികളെ ചേർത്ത് നിർത്തി സർക്കാരിനെതിരെ കള്ള പ്രചാരവേല നടത്തിയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നും അദ്ദേഹം വ്യക്തമായി പറയുകയാണ്. UDFന് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുമില്ല. LDF രാഷ്ട്രീയമായി മത്സരിച്ച് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമായിരുന്നില്ല നിലമ്പൂര്. UDFനെതിരെയുള്ള വോട്ടുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. UDFന് ലഭിച്ച വോട്ടുകൾ വർഗീയ ശക്തികളുടെ പിന്തുണയോടെയാണ് ലഭിച്ചിരിക്കുന്നത്. BJP വോട്ടുകൾ കുറയുകയും ചെയ്തിട്ടുണ്ട്. ആ വോട്ടുകൾ UDFന് ലഭിച്ചുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ വളരെ വ്യക്തമാക്കുകയാണ്. UDFന്റെ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല. എല്ലാ വർഗീയ ശക്തികളെയും മാറ്റി നിർത്തിയാണ് LDFന് ഇത്ര മികച്ച വോട്ട് ലഭിച്ചിരിക്കുന്നത്. എല്ലാ വർഗീയ ശക്തികളെയും ചേർത്ത് നിർത്തി സർക്കാരിനെതിരെ കള്ള പ്രചാരവേല നടത്തിയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തന്നെ. അവരുടെ വോട്ടുകൾ ലഭിച്ചു എന്ന് പറയുന്നതിനും അവർക്ക് മടിയില്ല. UDFന് ജനപിന്തുണ കുറഞ്ഞതായും അദ്ദേഹം എടുത്തു പറയുകയാണ്. ജനങ്ങൾക്കിടയിൽ ഒരു സർക്കാർ വിരുദ്ധതയുമില്ല. പ്രചാരണത്തിൽ അത്തരത്തിൽ ഒന്നും ഉയർത്താൻ UDFന് സാധിച്ചിട്ടുമില്ല. രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് നടന്നത്. പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറ ഇപ്പോഴും ശക്തമായി നിലകൊള്ളുന്നുമുണ്ട്. ഭരണവിരുദ്ധ വികാരം തീരെയില്ല. മികച്ച മത്സരമാണ് ഇത്തവണ നടന്നത് എന്നും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനം തെറ്റിയില്ല എന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുകയാണ്. ജനങ്ങളുടെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് നിലമ്പൂരിൽ തങ്ങൾ ചർച്ച ചെയ്തത് എന്നും ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കരുത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളെ കൂടി അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമെന്നും LDF സ്ഥാനാർത്ഥി M. സ്വരാജും വ്യക്തമാക്കുകയാണ്. നിലമ്പൂരിലേത് രാഷ്ട്രീയ പോരാട്ടമായി വികസിപ്പിക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത്. ഉയർന്ന ജനാധിപത്യ സംവാദം എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു. അതിൽ അഭിമാനമുണ്ട്. ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നമാണ് എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത്. ഞങ്ങളെ എതിർക്കുന്നവർ ഉയർത്തിയ വിവാദങ്ങളിൽ പിടികൊടുത്തിട്ടുമില്ല. വികസനമാണ് ചർച്ചയാക്കിയത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ സൂക്ഷ്മ പരിശോധന നടത്തുക തന്നെ ചെയ്യും. ഉൾക്കൊള്ളേണ്ടവ ഉൾക്കൊള്ളും. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ബോധ്യപ്പെടുത്തും. ഭരണത്തിന്റെ വിലയിരുത്തലായി തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയുകയുമില്ല. അങ്ങനെയായാൽ സർക്കാരിന്റെ ഭരണ പരിഷ്കാരങ്ങളും നടപടികളും എല്ലാം ജനം തള്ളിക്കളഞ്ഞുവെന്ന് പറയേണ്ടി വരും. അങ്ങനെയൊന്നുമില്ല. LDF സർക്കാരാണ് ലോഡ് ഷെഡിങ് ഇല്ലാതാക്കിയത്. അത് തിരിച്ചു വരണമെന്ന് ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കില്ലല്ലോ. പെൻഷൻ 1600 ഉയർത്തി വിതരണം ചെയ്യുന്നതിനും ജനങ്ങൾ എതിരല്ലല്ലോ എന്നും സ്വരാജ് ചോദിക്കുകയാണ്.